ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കാറിൻ്റെ ഫീലിങ്സ് ആണ്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം, ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. വോയിസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിൽ കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഈ വ്യക്തിയിലുണ്ടായിരുന്ന എന്തോ ഒരു നെഗറ്റീവ് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഡിവൈൻ പ്രസൻസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ബോധോദയം വന്നതും ആയിരിക്കാം. നോക്കാം. സ്റ്റാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഹീലായി. ചിലപ്പോൾ നിങ്ങൾ ഈ അടുത്ത സമയത്ത് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ എത്ര വൈരാഗ്യം ഉണ്ടായി നിങ്ങൾ പിണങ്ങിപ്പോയാലും ഈ ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് കാണുന്നത്. സ്റ്റാറാണ്. അപ്പോൾ ഹീലിംഗ് സംഭവിക്കുമ്പോഴാണ് ഇവർക്കും ഹീലിംഗ് സംഭവിച്ചു എന്നുള്ളതാണ്. അവർ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ പൂർണ്ണമായും പുറത്തു കൊടുത്തു. ഒരു ഹീലിംഗ് സംഭവിച്ചപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന് തോന്നി. അതാണ് സംഭവിച്ചത്. അപ്പം ഇത് അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളൊരു സ്റ്റാർ ആണെന്നാണ്. അപ്പോൾ അത്രയും നിങ്ങൾക്ക് അത്രയും പ്രഭയോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്രയും ഇഷ്ടപ്പെടുന്നു നിങ്ങളെ എന്നാണ് കാണുന്നത്. ഇനി ഞാൻ അവസാനം നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം കേട്ടോ. ചിലപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനും കൂടെ എന്താണെന്ന് നോക്കണേന്ന്. അത് നോക്കാം, അവസാനം നോക്കാം. ഞാനത് ആദ്യം മറന്നുപോയി. ദ ഹയറഫൻറ്റിൻ്റെ എനർജിയാണ്. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, നിങ്ങൾ എന്താണെന്നായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ റോൾ എന്താണെന്നായിരിക്കാം. അങ്ങനെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഈ ഒരു ആളിന് കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ അത് അവരുടെ പ്രാർത്ഥനയിൽ മനസ്സിലായ കാര്യമായിരിക്കാം, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയതായിരിക്കാം. ചിലപ്പോൾ ഇത് വേറെ ആരിൽ നിന്നെങ്കിലും അവരൊരു ഗൈഡൻസ് എടുത്തതും ആകാം. ഡെത്ത് കാർഡാണ്. അപ്പോൾ പൂർണ്ണമായും എൻഡായിപ്പോയൊരു കാര്യം വീണ്ടും ഒരു റീബർത്ത് എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളും ഇത് പൂർണ്ണമായിട്ടും എൻഡാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കാം, ഈ വ്യക്തിയും ഇത് എൻഡാക്കി കളഞ്ഞതായിരിക്കാം. അപ്പോൾ അതാണ് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തെ അഫക്റ്റ് ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ചിലപ്പം ഈ വ്യക്തിയോട്, നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോടോ ഒക്കെ ഒരു കർമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പം കർമ്മയൊക്കെ എൻ്റെ ആയി എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ അവർ പുതിയ ഒരു ആറ്റിറ്റ്യൂഡിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. അവരുടെ ലൈഫേ മാറിപ്പോയി എന്നുള്ളതാണ്. അവരുടെ ആറ്റിറ്റ്യൂഡേ മാറിപ്പോയി. അപ്പോൾ ഈ ഒരു സമയം അവർ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ഇത് ഒരു സ്റ്റക്കായിരുന്ന ഒരു സിറ്റുവേഷനൊക്കെ മാറി അവരൊരു മൂവ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആ പോസിറ്റീവ് എനർജി ഇപ്പം നിങ്ങളിലേക്കും ഇപ്പം നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്. നോക്കാം. ചാരിറ്റാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. എല്ലാ കാര്യത്തിനും ഒരു പുതിയ തുടക്കം ഉണ്ടല്ലോ. അപ്പം ഈ ഒരു കാര്യത്തിനും പുതിയ തുടക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം വേണം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു തീരുമാനം, മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്.
ഒരു വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരിപ്പം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയണ്ട. ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ ഒരു ക്ലിയർ ആയി എന്നുള്ളതാണ്, എൻഡ് ആയി എന്നുള്ളതാണ് ജഡ്ജ്മെന്റിന്റെ അർത്ഥം വന്നത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിയായിട്ടൊരു കർമ്മ ഉണ്ടെങ്കിൽ ആ കർമ്മ എൻഡായി. മാത്രമല്ല, ഇത് വേറെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതും എൻഡായി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് പോകാനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. അതപ്പോൾ അത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കർമ്മ അവരോ ചെയ്തു വെച്ച കർമ്മയും അതും തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മുന്നോട്ട് ഇപ്പൊ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കും അവർക്കും തോന്നുന്നത്. ചിലപ്പോൾ ഇത് അവർക്കതിൽ കൂടുതൽ അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് കേട്ടോ. അവര് അങ്ങനെ ശരിക്കും ആഗ്രഹിക്കുന്നു എന്നുകൂടി പറയാം. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്, ഹീലിംഗ് എനർജിയാണ്, വളരെ സ്നേഹത്തിന്റെ എനർജിയാണ്, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. പഴയ കാര്യങ്ങളൊക്കെ മറന്നും പുറത്തും മുന്നോട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ ശരിക്കും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഈ ഒരു സമയം അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫൈവ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ മനസ്സിലായിരിക്കാം, അവരുടെ ജീവിതത്തിൽ പുറത്തായിരിക്കാം. ഇത് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ചില സിറ്റുവേഷനിൽ ഇവർ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറിപ്പോകാൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി. കുറേ എതിരാളികളും ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കാം. ഇതിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പുറത്തുള്ള കാര്യങ്ങളാണ്. എയ്സ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അപ്പോൾ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ അവർക്ക് പറ്റും എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്, അവരുടെ തീരുമാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. സെവൻ ഓഫ് സോഴ്സ്, ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിക്ക്. ഈ ഒരു അടുത്ത കാലത്ത് ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ചീറ്റിംഗ് അവർക്ക് മനസ്സിലായി. അവർക്ക് ഒരു തിരിച്ചറിവിന്റെ ഒരു കാര്യമായിരുന്നിരിക്കാം. ഈ ചീറ്റിംഗ് നടന്നതുകൊണ്ടായിരിക്കണം അവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അവരെ നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റി എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ ഈ ഒരു സമയം. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ വിട്ടുപോയതിന് ശേഷമായിരിക്കും നിങ്ങളെ മൂല്യം അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ ഇത് പലതവണ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ തന്നെ വീണ്ടും ആ വ്യക്തി പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ ആ വ്യക്തിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എത്ര ശ്രമിച്ചാലും നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോഴാണല്ലോ കൃത്യമാണെന്ന് മനസ്സിലാകുന്നത്. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുന്നത്? ജസ്റ്റിസ് ആണ്. അപ്പം നിങ്ങൾക്ക് നീതി വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ ഈ വ്യക്തി അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളും. പക്ഷേ ഇത് നിങ്ങളുടെ വിജയമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് സത്യം ഉണ്ടെങ്കിൽ ഈ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ആ നീതി നിങ്ങൾക്ക് കിട്ടി എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഫൈവ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഒരു നഷ്ടബോധമൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റിസ് വേണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് നഷ്ടബോധമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരാളിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വിട്ട് കളയാൻ നിങ്ങൾ ഇപ്പോഴും താല്പര്യമില്ല എന്നുള്ളതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായും അങ്ങ് വിട്ടു പോകുന്നതിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു വിഷമമുണ്ട്. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കൂടെ എടുക്കാം. ഫോർ ഓഫ് കപ്സ്, നിങ്ങൾക്ക്
നീതി കിട്ടണം. പക്ഷെ ഈ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിരാശയാണ് ഇതിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങളിൽ, നിരാശയാണ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും, നല്ല അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 of Swordsന്റെ എനർജിയാണ്. പക്ഷെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നീതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.